What is the correct sequence from minimum to maximum flux of the following components of electromagnetic radiation in solar radiation reaching Earth? Question നോക്കാം. What is the correct sequence from minimum to maximum flux of the following components of electromagnetic radiation in solar radiation reaching Earth? ഓപ്ഷൻസിലുള്ളത് ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ റേസ്, ഗാമ റേസ് ആൻഡ് അൾട്രാ വയലറ്റ് റേസ് എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ അറിയാവുന്നവർ താഴെ ആൻസർ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ഇതിൻ്റെ അനാലിസിസ് പാർട്ടിലേക്കാണ് പോകുന്നത്. എന്താണ് ഈ ഒരു ഏരിയ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോളാർ റേഡിയേഷൻ ഫ്ലക്സ്. സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ള ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ്? പേപ്പർ 1ൻ്റെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത്. നോക്കാം എന്താണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത്. സോളാർ റേഡിയേഷൻ ഫ്ലക്സ് റെഫേഴ്സ് ടു ദി എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. പെർ യൂണിറ്റ് ഏരിയ, ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഏരിയയിൽ റിസീവ് ചെയ്യുന്ന സോളാർ എനർജിയുടെ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത്. ഓർത്തിരിക്കുക, സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഏരിയയിൽ റിസീവ് ചെയ്യുന്ന സോളാർ എനർജി എത്രയുണ്ടോ ആ ഒരു എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത്. അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്നുള്ളതാണ്. വാട്ട്സ്, എത്ര വാട്ട്സ് എനർജിയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്, വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്നുള്ളതാണ് ഇത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്നുള്ളത്. ദിസ് ഫ്ലക്സ് ഡിറ്റർമൈൻസ് ദ ഇന്റൻസിറ്റി ഓഫ് സോളാർ എനർജി റീച്ചിങ് സർഫസ് സച്ച് ആസ് ദി എർത്ത് അറ്റ്മോസ്ഫിയർ ഓർ സോളാർ പാനൽ. എന്തെങ്കിലുമൊക്കെ ഒരു സർഫസിൽ, ലൈക്ക് എർത്തിൻ്റെ സർഫസ് അല്ലെങ്കിൽ സോളാർ പാനലിൻ്റെ സർഫസിൽ എത്തുന്ന സോളാർ എനർജി എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്ന്. അറിയാലോ സോളാർ എനർജി, ഇപ്പോൾ സോളാർ എനർജിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോളാർ എനർജിയുടെ എത്രത്തോളം ഇൻറ്റൻസീവ് ആയിട്ടാണ് സോളാർ എനർജി എർത്തിൻ്റെ സർഫസിലേക്കും അതുപോലെ സോളാർ പാനലിലേക്കൊക്കെ എത്തുന്നത് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻ്റ് ആണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ റിസീവ് ചെയ്യുന്ന സോളാർ എനർജിയുടെ എമൗണ്ട് ആണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത്. മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്നുള്ളത്. സോ നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അതിനകത്തുള്ള പ്രധാന റേസ് ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ റേസ് ആണ് ഗാമ റേസ് എന്നുള്ളത്. ഗാമ റേസ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു റേസ് എന്ന് പറയുന്നത്. ഗാമ റേസിനാണ് ഏറ്റവും കുറഞ്ഞ ഫ്ലക്സ് ഉള്ളതാണ്, മിനിമം ഫ്ലക്സ് ആയിരിക്കും. ഗാമ റേസിന് മിനിമം ഫ്ലക്സ് ഉള്ളതായിരിക്കും. എക്സ്ട്രീംലി ഹൈ എനർജി, അറിയാലോ ഗാമ എനർജി അല്ലെങ്കിൽ ഗാമ റേസ് എന്ന് പറയുന്നത് ഹൈ എനർജിയാണ്. ബട്ട് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബ്ലോക്സ് ഓൾമോസ്റ്റ് ആൾ ഗാമ റേസ്. ഏകദേശം എല്ലാ ഗാമ റേസിനെയും എർത്ത് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള ഗാമ റേസ് ആണ് എർത്തിൻ്റെ സർഫസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മിനിമൽ ഫ്ലക്സ് ആണ്, ഏറ്റവും കുറഞ്ഞ ഫ്ലക്സ് ആണ് ഗാമ റേസിനുള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എനർജി റിസീവ് ചെയ്യുന്നതാണ് ഗാമ റേസിന്. എക്സ്ട്രീംലി ഹൈ എനർജി ഉണ്ടെന്നെങ്കിൽ പോലും എർത്തിലേക്ക് എത്തുന്ന ഗാമ റേസിൻ്റെ എമൗണ്ട് എന്നുള്ളത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം ഫ്ലക്സ് ആണ് ഗാമ റേസിനുള്ളത്. അടുത്തൊന്നാണ് അൾട്രാ വയലറ്റ് റേസ് ഓർ UV റേസ് എന്ന് പറയുന്നത്. UV അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് റേസ് എന്നുള്ളത്. അൾട്രാ വയലറ്റ് റേസ് ലോ ഫ്ലക്സ് ആണ് പറയുന്നത്. ലോ ഫ്ലക്സ്. സം UV റേഡിയേഷൻസ് മെയിൻലി UVA ആൻഡ് UVB. UV റേഡിയേഷൻസ് പല ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ UVA, UVB പെനട്രേറ്റ്സ് ദ അറ്റ്മോസ്ഫിയർ ബട്ട് മോസ്റ്റ് അബ്സോർബ്ഡ് ബൈ ഓസോൺ ലെയറിംഗ്. ഏകദേശം എല്ലാ UV റേസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഓസോൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓസോൺ അബ്സോർബ് ചെയ്യാത്ത വളരെ കുറച്ച് റേഡിയേഷൻ UVA അല്ലെങ്കിൽ UVB പോലെയുള്ള റേഡിയേഷൻസ് മാത്രമാണ് എർത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലക്സും എന്താണ്, കുറവാണ് എന്നുള്ളതാണ് മിനിമം ഫ്ലക്സ്. അല്ലെങ്കിൽ വെരി ലെസ് ആണ് കമ്പയർ ടു ഗാമ എന്നുള്ളത്. ഫ്ലക്സ് ഈസ് ഹയർ ദാൻ ഗാമ റേസ് ബട്ട് സ്റ്റിൽ ലോ എന്നുള്ളതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ഫ്ലക്സ് ഉള്ളതാണ് ഗാമ റേസ് എന്നുള്ളത്, ഏറ്റവും കുറഞ്ഞ എനർജി. ഇതിലേക്ക് എത്തുമ്പോൾ UV റേസിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. ഗാമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. പക്ഷേ ടോട്ടൽ എമൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് UV റേസ് എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഓസോൺ ലെയറിൻ്റെ പ്രസൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓസോൺ ലെയർ ആണ് UV റേസിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അടുത്തൊന്നാണ് വിസിബിൾ റേസ് എന്നുള്ളത്. തേർഡ് റേസ് ആണ് വിസിബിൾ റേസ് എന്നുള്ളത്. വിസിബിൾ റേസിന് ഒരു മോഡറേറ്റ് എമൗണ്ട് ആണ്.
മോഡറേറ്റ് ഫ്ലക്സ് ആണുള്ളത്. മെജോറിറ്റി ഓഫ് സോളാർ റേഡിയേഷൻ റീച്ചസ് എർത്ത് ഈസ് ഇൻ ദ വിസിബിൾ സ്പെക്ട്രം. 42% ഓഫ് ടോട്ടൽ എനർജി, മൊത്തം എനർജിയുടെ ഒരു 42% എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന്റെ സർഫസിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹയർ ഫ്ലക്സ് ദാൻ യു വി ആൻഡ് ഗാമ റേസ്. യു വി ആയിട്ടും ഗാമ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലക്സ് കൂടിയിട്ടുള്ളതാണ് വിസിബിൾ റേസ് എന്നുള്ള, മോഡറേറ്റ് ഫ്ലക്സ് ഉള്ളതാണ് വിസിബിൾ റേസ് എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് ഇൻഫ്രാറെഡ് റേസ് എന്നുള്ളത്. ഇൻഫ്രാറെഡ് ഓർ IR എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക്, IR റേസ് എന്നൊക്കെ നമ്മൾ പറയാറ്. IR ഇൻഫ്രാറെഡ് റേസ് എന്നുള്ളത്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ അക്കൗണ്ട്സ് ഫോർ ദി ലാർജസ്റ്റ് പോർഷൻ ഓർ 49% ഓഫ് ദി സോളാർ എനർജി റീച്ചിങ് എർത്ത്. എർത്തിൽ റീച്ച് ചെയ്യുന്ന എനർജീൻ്റെ 49% വരുന്നത് ഇൻഫ്രാറെഡിനാണ്. അതുകൊണ്ടാണ് മാക്സിമം ഫ്ലക്സ്, ഏറ്റവും ഫ്ലക്സ് കൂടിയിട്ടുള്ളതാണ് ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള 4 റേസ് ആണുള്ളത്: ഗാമ, അൾട്രാവയലറ്റ്, വിസിബിൾ റേസ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. ഇതിൻ്റെ ഫ്ലക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഏറ്റവും കുറഞ്ഞ മിനിമം ഫ്ലക്സ് ഉള്ളതാണ് ഗാമ റേസ് എന്നുള്ളത്. അതിനേക്കാളും കുറച്ചും കൂടി കൂടിയിട്ടുള്ളതാണ് അൾട്രാവയലറ്റ് റേസ്, ലോ ഫ്ലക്സ്. ദെൻ അതിനേക്കാളും കുറച്ചും കൂടി കൂടിയിട്ടുള്ളതാണ് വിസിബിൾ റേസ് എന്നുള്ളത്, മോഡറേറ്റ് ഫ്ലക്സ്. ദെൻ ഏറ്റവും കൂടിയിട്ടുള്ളതാണ് 49%ഓളമുള്ള ഏറ്റവും ലാർജസ്റ്റ് പ്രൊപ്പോർഷനുള്ള റേസ് ആണ്, അല്ലെങ്കിൽ മാക്സിമം ഫ്ലക്സ് ഉള്ള റേസ് ആണ് ഇൻഫ്രാറെഡ് ഓർ IR റേസ് എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കുക, എന്താണ് ഫ്ലക്സ് എന്നുള്ളത്, എന്താണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്നുള്ളത്, ഓരോ റേസിനും എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ ഒരു ഏരിയ മനസ്സിലായെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. Okay, what is the correct sequence from minimum to maximum flux of the following components of electromagnetic radiation in solar radiation reaching earth? എർത്തിൽ റീച്ച് ചെയ്യുന്ന സോളാർ റേഡിയേഷനിൽ മിനിമം ടു മാക്സിമം ഫ്ലക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. മിനിമം ടു മാക്സിമം ഫ്ലക്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക, എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ എന്താ? ആദ്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കാം. മിനിമം ടു മാക്സിമം ആണോ, മാക്സിമം ടു മിനിമം ആണോ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കുക. എന്താണ് കറക്റ്റ് സീക്വൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും കറക്റ്റ് സീക്വൻസ്? യെസ്, CDBA ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും മിനിമം എന്തിനായിരുന്നു? ഗാമ റേസ്, ദെൻ എന്താണ് അൾട്രാവയലറ്റ് റേസ്, ദെൻ വിസിബിൾ റേസ്, ദെൻ IR റേസ് ഓർ ഇൻഫ്രാറെഡ് റേസ് എന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഓർഡർ എന്നുള്ളത്. ഏറ്റവും മിനിമം ടു മാക്സിമം ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മിനിമം എന്ന് പറയുന്നത് ഗാമ, പിന്നെ UV റേസ്, പിന്നെ വിസിബിൾ റേസ്, ലാസ്റ്റ് വൺ ആണ് ഇൻഫ്രാറെഡ് റേസ്. സോ ഇതാണ് സോളാർ റേഡിയേഷൻ ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. പേപ്പർ 1ന്റെ എൻവിറോൺമെന്റ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സോളാർ റേഡിയേഷൻ ഫ്ലക്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഡിസ്കഷൻ നടത്താം. താങ്ക് യു.